എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയ SSCRTയിലെ ബയോളജിയുടെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കയ്യെത്തും ദൂരത്ത് ആകാശം സ്റ്റാൻഡേർഡ് 5ാം ക്ലാസ്സിലെ പുതിയ SSCRTയിലെ 5ാമത്തെ ലെസൺ ആണ് കേട്ടോ. 5ാമത്തെ ലെസൺ ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം. കയ്യെത്തും ദൂരത്ത് ആകാശം. എന്താണ് ആകാശം? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ എയറോപ്ലെയിൻ പോകണു അല്ലെ. ഞങ്ങൾ ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷെ ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്താണ്. കണ്ടോ പറയണവര് കേട്ടോ. ഞങ്ങൾ ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷെ ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്താണ് എന്നാണ് ഇവർ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. അതുപോലെ മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതും എല്ലാം എവിടെയാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് കേട്ടോ. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത് ബഹിരാകാശത്താണ്. അപ്പൊ രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസം പഠിച്ചല്ലോ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതായത് മരങ്ങൾ മേലെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് അല്ലെ, പിന്നെ പക്ഷികള് പറക്കുന്നുണ്ട്, വിമാനങ്ങൾ പറക്കുന്നുണ്ട്, മേഘങ്ങൾ ഇങ്ങനെ ഒഴുകി 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 നീങ്ങുന്നുണ്ട്. നമ്മളിങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ മേഘങ്ങൾ നീങ്ങുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് എവിടെയാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. നോട്ട് ചെയ്യണം കേട്ടോ. ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് എങ്കിൽ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത് എവിടെയാണ്? ബഹിരാകാശത്താണ്. അപ്പൊ എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ, അവിടെ എന്തില്ല? വായു ഇല്ല കേട്ടോ. വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. അപ്പൊ പലർക്കും പല സംശയങ്ങളുണ്ടാവും. ഇപ്പൊ അത് മാറിക്കിട്ടിയല്ലോ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചെയ്യുന്നത് എന്താണ് ബഹിരാകാശം എന്നും വ്യക്തമായി പഠിച്ചല്ലോ. ഇനി ഇവിടെ നോക്കൂ, സൂര്യൻ തന്നിട്ടുണ്ട്, അതേപോലെ ഭൂമി തന്നിട്ടുണ്ട്, ചന്ദ്രൻ തന്നിട്ടുണ്ട്, ആൽഫ സെന്റോറിയെ കുറിച്ച് തന്നിട്ടുണ്ട്. സൂര്യനെ കുറിച്ച് ഇവിടെ തന്നിരിക്കുന്നത് 13 ലക്ഷം ട്ടോ. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ഭൂമിയിൽ നിന്ന് എത്രയാണ്? 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. അപ്പൊ 13 ലക്ഷമാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് കയറി വരും. 13 ലക്ഷം വലിപ്പം. മനസ്സിലായ? 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ആർക്കുണ്ട്? സൂര്യനുണ്ട്. ഭൂമിയിൽ നിന്നും 15 കോടി, കോടിയാണ് ലക്ഷമല്ല കേട്ടോ. ഇവിടെ 13 ലക്ഷം, ഇവിടെ 15 കോടി കിലോമീറ്റർ അകലെ ആയിട്ടാണ് ഭൂമിയിൽ നിന്നും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും എത്ര കോടി കിലോമീറ്റർ അകലെ ആയിട്ടാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ രാവിലെ എണീച്ച് നോക്കില്ലേ? രാവിലെ എണീച്ച് നോക്കുമ്പോൾ മുൻവശത്ത് നോക്കുമ്പോൾ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന കാണാം അല്ലേ? അപ്പൊ നിങ്ങൾ കണക്കാക്കണം, ഞാൻ നിൽക്കുന്ന ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെയാണ്. 15 കോടിയാണ് കേട്ടോ. അത് പഠിച്ചു. ഇനി എന്താണ് ആൽഫ സെന്റോറി എ? 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. സൂര്യൻ 13 ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു 3 കൂടി കൂട്ടുക, 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഇനി ഭൂമിയിൽ നിന്നും എത്രയാണ്? 15 കോടിയല്ല അല്ലേ? എത്രയാ? 40 ലക്ഷം കോടി കിലോ. ദൈവമേ, എത്രയാണ് അപ്പോ? 40. ഇവിടെ വെറും 15 കോടി കിലോമീറ്റർ അകലെ സൂര്യൻ എന്നാ പറഞ്ഞത്. എന്നാൽ ഇവിടെ 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെ ആയിട്ടാണ് ആൽഫ സെന്റോറിയെ പറയുന്നത്. ഇനി ഭൂമിയോ? ഭൂമി എന്താ? 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഭൂമി എന്ന് പറയുന്നത് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഇനി എന്താണ് ഇവിടെ? ചന്ദ്രൻ അല്ലേ? ഇവിടെ ചന്ദ്രൻ തന്നിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും 3 എത്രയാ തന്നിരിക്കുന്നത്? 84 ചതുരശ്ര 3.84 ലക്ഷം കിലോമീറ്റർ അകലെ ആയിട്ടാണ് കേട്ടോ. 3.84 ലക്ഷം കിലോമീറ്റർ അകലെ. വേട്ടക്കാരൻ പ്രീവിയസ് ചോദ്യമാണ്. PSCയുടെ ചോദ്യങ്ങളാണ്. ഡിസംബർ മാസത്തിൽ, ഇപ്പൊ ഏതാ? നവംബർ അല്ലേ? ഇനി ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്ര ഗണമാണ് ഇത്, വേട്ടക്കാരൻ. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ, ഇതൊരു നക്ഷത്രമാണ്, ഇത് ഈ രീതിയിലായിരിക്കും. അപ്പൊ ഇതിനെ തമ്മിൽ യോജിപ്പിച്ചാൽ, കണ്ടോ അമ്പും ആയിട്ട് നിൽക്കുന്നത്, യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാകും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഗ്രീക്കുകാരാണ് അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ആരുടെയാണ്? ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്ര ഗണത്തിന് നൽകിയിരിക്കുന്നത്. ഓറിയോണിന്റെ പേര് കേട്ടോ. ഓറിയോണിന്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അപ്പൊ ഡിസംബർ മാസത്തില് സന്ധ്യാസമയത്ത്
കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രമാണ് വേട്ടക്കാരൻ. ഈ വേട്ടക്കാരൻ നക്ഷത്രത്തിന് എങ്ങനെയാണ് ആരാ ഗ്രീക്കുകാര് അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്ര ഗണത്തിന് നൽകിയിരിക്കുന്നത്. ഇനി സപ്തർഷികൾ ട്ടോ. ഓക്കെ, സപ്തം എത്ര 7 അല്ലെ, 2 3 4 5 6 7. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്ക് ഇത് ഇങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. നമ്മൾ ഇത് വായിക്കുമ്പോൾ തോന്നും നിസാരമാണ്. നമ്മളിപ്പോ വേട്ടക്കാരൻ പഠിച്ചപ്പോ കിഴക്കൻ ചക്രവാളം അല്ലേ പഠിച്ചത്, അല്ലാതെ സപ്തർഷികളോ വടക്കൻ ചക്രവാളത്തിലാണ്. അവിടെ ഡിസംബർ അല്ലേ, ഇവിടെ ഏപ്രിൽ മാസമാണ് കേട്ടോ. ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രമാണ്. നാളത്തെ ചോദ്യമാണ്. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രം ഏത് ചോദിച്ചിട്ട് വേട്ടക്കാരനും സപ്തർഷികളും ഒക്കെ ഉണ്ടാകും. സപ്തർഷികളാണ്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച്, കണ്ടോ, വലിയ ഒരു തവിയിലെ ആ ഒരു തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബിഗ് ഡിപ്പർ എന്നും, യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്താണ് ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അപ്പൊ ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നത് ഏതാ? സപ്തർഷികൾ. ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നത് ഏതാ? സപ്തർഷികൾ. അർസ മേജർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണപ്പെടുന്നത്. അർസ മേജർ. ഇവിടെ നമുക്ക് ചന്ദ്രനെ കുറിച്ച് പഠിക്കാം. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുകയാണ് കേട്ടോ. ഭൂമിയെ ആര് ചുറ്റുന്നു? ചന്ദ്രൻ ചുറ്റുകയാണ് കേട്ടോ. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയുടെ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് തന്നെയാണ്? ഭൂമിക്ക് ഒരു ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ് കേട്ടോ. ഈ ചന്ദ്രൻ എന്ത് ചെയ്യാണ്? ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ ഗ്രഹങ്ങളെ ചുറ്റുന്നത് ഏതാണ്? ഗ്രഹങ്ങളെ ചുറ്റുന്നത് ഉപഗ്രഹങ്ങളാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായിട്ട്. അല്ലാണ്ട് ചന്ദ്രൻ പ്രകാശിക്കല്ല അല്ലെ. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടുമ്പോൾ പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായിട്ട് നാം കാണുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ഏത്? സൂര്യ. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ചന്ദ്രനാണ്. എന്നാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങൾ ഏതാണ്? നക്ഷത്രങ്ങളാണ്. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അപ്പൊ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളമാണ് ഇത് നക്ഷത്രങ്ങൾ ട്ടോ. അപ്പൊ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും? നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കും. ഓക്കെയാണോ? എന്നാൽ ഗ്രഹങ്ങളും അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളും എന്ത് ചെയ്യില്ല? പ്രകാശിക്കില്ല. ഓക്കെ, ഇനി അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. മനസ്സിലായോ? ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും ഒക്കെ മറ്റുള്ളവയിൽ നിന്നും വരുന്ന പ്രകാശം ഇതിൽ വന്ന് പതിക്കുമ്പോൾ അത് പ്രതിഫലിക്കുന്നതാണ് ഇതെല്ലാം പ്രകാശിക്കുന്നതായിട്ട് തോന്നാൻ കാരണം. അപ്പൊ ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ പതിക്കുമ്പോൾ ആ പ്രകാശം പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിച്ചതായിട്ട് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായിട്ടും തോന്നുന്നു. ഇനി സൗരയൂഥം ഇവിടെ തന്നിട്ടുണ്ട്. സൂര്യൻ അല്ലേ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ് അല്ലെ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ് ഗ്രഹം? സൂര്യനാണ് അല്ലെ. പിന്നെ അതേപോലെ അത് നോക്കൂ, ഇതെങ്ങനെ ഓർഡർ ആയിട്ട് പഠിക്കണം കേട്ടോ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, അതുപോലെ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും
സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാര പാതയാണ് ഇത് പരിക്രമണ പദം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. സോളാർ സിസ്റ്റം, അതായത് ഒരു സൗരയൂഥം എന്ന് പറയുന്നത് സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് ഇത് സൗരയൂഥം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അന്തർഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും നമുക്ക് പഠിക്കാറുണ്ട് അല്ലെ. അന്തർഗ്രഹം പറയുമ്പോൾ കണ്ട ഇതൊക്കെയാണ് ഏത് അന്തർഗ്രഹങ്ങളിൽ വരുന്നത് കേട്ടോ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഇതുണ്ടോ ബാഹ്യഗ്രഹങ്ങൾ കണ്ടോ, ഏറ്റവും അങ്ങനെ അകലെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പിക്ചർ എപ്പോഴും മനസ്സിൽ കാണണം. ക്യാമറയും മറ്റു നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ്. മനുഷ്യനിർമ്മിത യന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? കൃത്രിമോ ഉപഗ്രഹങ്ങളാണ് അല്ലെ. ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് GPS എന്ന് പറഞ്ഞ GPS ഒരു കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉദാഹരണമാണ്. GPS ഫുൾ ഫോം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് കേട്ടോ. അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് കേട്ടോ. ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. കൃത്രിമ ഉപഗ്രഹമാണ് ഇൻസാറ്റ് കേട്ടോ. ഇൻസാറ്റ് എന്താ ഇൻസാറ്റ്? വാർത്താവിനിമയമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. അതുപോലെ എജുസാറ്റ് പറയുമ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് തന്നെ കിട്ടും, വിദ്യാഭ്യാസം. പിന്നെ IRNSS എന്താ? ഗതി നിർണയ ഉപഗ്രഹങ്ങളാണ്. IRNSS ഗതി നിർണയ ഉപഗ്രഹങ്ങളാണ്. കാർട്ടോസാറ്റ് പറയുമ്പോൾ തന്നെ അറിയാം, കാർട്ടോഗ്രാഫി ഭൂപട നിർമ്മാണമാണ് അല്ലെ, ഭൗമ നിരീക്ഷണമാണ്. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനത്തിനാണ്. ജിസാറ്റ് 7 എമിസാറ്റും പ്രതിരോധമാണ് കേട്ടോ, ഡിഫൻസ് ആണ്. ജിസാറ്റ് 7 എമിസാറ്റും പ്രതിരോധമാണ്. അപ്പോൾ ഇവിടെ ഇൻസാറ്റ് വാർത്താവിനിമയ ഉപഗ്രഹമാണെങ്കിൽ എജുസാറ്റ് വിദ്യാഭ്യാസമാണ്, IRNSS ഗതി നിർണയ ഉപഗ്രഹമാണ്, കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, ജിസാറ്റ് 7 എമിസാറ്റും പ്രതിരോധത്തിനാണ്. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് IRNSS. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ്, അതുകൊണ്ടാണ് ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് IRNSS. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഫുൾ ഫോം കേട്ടോ. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. GPS സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് കേട്ടോ. GPS എന്ന് പറയുന്നത് അമേരിക്കയുടേതാണ് കേട്ടോ. അതേപോലെ തന്നെ GPS സമാനമായിട്ടുള്ള ഇന്ത്യൻ സംവിധാനമാണ് ഇത് IRNSS. ഇനി റോക്കറ്റുകൾ കേട്ടോ. ഉപഗ്രഹ വിക്ഷേപണം മെയ് 29. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ബംഗളൂരു അല്ലെ. തദ്ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം മെയ് 29 നടക്കും. GSLV F-12 റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കും. ഇനി ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഇത് റോക്കറ്റുകൾ എന്ന് പറയുന്ന. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനം റോക്കറ്റ് കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 1969 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ സ്ഥാപിതമായത് അല്ലേ ISRO. ഇനി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും സതീഷ് ധവാൻ സ്പേസ് സെന്ററും തന്നിട്ടുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെയാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ കേട്ടോ. 1963 നവംബർ 21 സ്ഥാപിതമായത്. 63 ആണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. തിരുവനന്തപുരം 1963 നവംബർ 21. ഇതൊന്ന് പഠിക്കണം കേട്ടോ, നവംബർ 21. ഇവിടെ എന്താണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷെ ISRO എന്ന് പറയുമ്പോൾ 1969 നിലവിൽ വന്നത് കേട്ടോ. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ 69 ഇത് പ്രവർത്തനം തുടങ്ങും. ഇതിന് തുടക്കം കുറിക്കുന്നത്. പ്രവർത്തനം ആരംഭിക്കുന്നതാണ് 71 ഒക്ടോബറിൽ കേട്ടോ. 2 വിക്ഷേപണ തറകളുണ്ട്. നമുക്ക് നോക്കണം. വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി.
ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായി സ്പേസ് സെന്റർ VSSC എന്നും ചന്ദ്രയാൻ ലാൻഡറിന് വിക്രം എന്ന പേരും നൽകിയത്. ഇതൊരു പുതിയ അറിവായിരിക്കും അല്ലേ? ചന്ദ്രയാന്റെ ലാൻഡർ വിക്രമാണ്. റോവർ ഏതാ? ചന്ദ്രയാൻ 3യുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ലാൻഡറിന് വിക്രം, റോവറിന് എന്താ പേര് കൊടുത്തത്? പ്രഗ്യാൻ എന്ന പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ലാൻഡറിന് വിക്രം എന്ന പേര് കൊടുക്കാൻ കാരണം നാളെ ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും ഇത് കിട്ടില്ല. അപ്പൊ SCRT പഠിക്കുന്നവർക്കൊക്കെ ഇത് കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഒപ്പം വരിക കേട്ടോ. ലെസൺ എടുക്കുമ്പോൾ ഒപ്പം വരിക. ഇനി സതീഷ് ധവാൻ, ഇസ്രോയുടെ അല്ലെ ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇനി ചന്ദ്രയാത്രകൾ നോക്കാം. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിൽ എത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ മാസം 21-നാണ് ഈ സ്വപ്നം സഫലമായത്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രയാത്ര 1969 ജൂലൈ 21. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 2, ഇത് ഈ അടുത്ത് നടന്ന എക്സാമിനും കൂടി ചോദിച്ചതാണ്. ഏത് വാഹനത്തിലാണ് ആദ്യത്തെ ചന്ദ്ര പര്യവേക്ഷണം നടത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും കൂടിയിട്ട്. അതായത് ഇവരുടെ പേര് ചോദിച്ചില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പര്യവേക്ഷണത്തിന് ഉപയോഗിച്ച വാഹനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതിലാണ്? അപ്പോളോ 11-ലാണ് കേട്ടോ. അപ്പോളോ 11-ലാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ എന്ത് ചെയ്തത്? എഡ്വിനും ആൽഡ്രിനും ഇന്ന് ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത് കേട്ടോ. അപ്പൊ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും അതേപോലെ മൈക്കൽ കോളിൻസ്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആരാണ് വാഹനം നിയന്ത്രിച്ചത് എന്ന്? മൈക്കൽ കോളിൻസ് ആണ് കേട്ടോ. മൈക്കൽ കോളിൻസ് ആണ്. ഇവർ ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ട. ഈ അടുത്ത കറണ്ട് അഫെയറിലൊക്കെ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളാണ്. ഇനി ബഹിരാകാശ വാരം നോക്കാം. 1957 ഒക്ടോബർ 4-ന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഏതാണ്? റഷ്യയുടേതാണ് കേട്ടോ. സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക്. പെട്ടെന്ന് നമ്മൾ അമേരിക്ക എന്ന് കണക്കാക്കാം. കാരണം സാമ്പത്തിക രാജ്യമായത് കൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ കൃത്രിമ ഉപഗ്രഹം പറയുമ്പോൾ അമേരിക്കയിലേക്ക് പോകാൻ പാടില്ല. സോവിയറ്റ് യൂണിയൻ ആണ്. 57 ഒക്ടോബർ 4-നാണ് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1. നാസയുടെ ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പോളോ 11 അല്ലേ? ഇവിടെ സോവിയറ്റ് യൂണിയന്റേതാണ് സ്പുട്നിക് 1 കേട്ടോ. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് എപ്പോഴാണ്? 57 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 കേട്ടോ. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ബഹിരാകാശ വാരം ഒക്ടോബർ 4 to 10. സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1967 ഒക്ടോബർ 10-ന് നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സഭാന്താന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഈ വാരാചരണം നടത്തുന്നത്. 1967 ഒക്ടോബർ മാസം 10-ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി. ഇനി ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 നോക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചന്ദ്ര പര്യവേക്ഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22-ന്. ഇവിടെ 2008 കേട്ടോ. 2008 ഒക്ടോബർ 22-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് പഠനം നടത്തുക. ഇനി ചന്ദ്രയാൻ 2 എപ്പോഴാണ്? 2019 ജൂലൈ 22-ന് ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിച്ചു. ഇനി ചന്ദ്രയാൻ 3 എപ്പോഴായിരുന്നു? 2023 ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി കേട്ടോ. 2023 ജൂലൈ 14-ന് വിക്ഷേപിച്ചിട്ട് ഓഗസ്റ്റ് 23-ന് എന്ത് ചെയ്തു? ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്ര ഉപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ഓഗസ്റ്റ് 23 ഇപ്പൊ അതുകൊണ്ടാണ്.
ഇനി ഇവിടെ മംഗൾയാൻ തന്നിട്ടുണ്ട്. ദൗത്യം മംഗൾയാൻ ചൊവ്വ പര്യവേക്ഷണമാണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ചൊവ്വ പര്യവേക്ഷണ ദൗത്യമാണ്. ആദ്യമായിട്ട് ചൊവ്വ പര്യവേക്ഷണം നടത്തുന്നത് നമ്മുടെ ഇന്ത്യയാണ്. മംഗൾയാനാണ് 2013 കേട്ടോ. ആദിത്യ L1 സൗര പര്യവേക്ഷണമാണ്. ഗഗൻയാൻ ബഹിരാകാശ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഒരു ദൗത്യമാണ് കേട്ടോ. ഗഗൻയാൻ. മംഗൾയാൻ ചൊവ്വ പര്യവേക്ഷണം, ആദിത്യ L1 സൗര പര്യവേഷണം, ഗഗൻയാന് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പര്യവേഷണം. അപ്പൊ 5ാം ക്ലാസ്സിലെ 5ാമത്തെ ലെസൺ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി നമുക്ക് 2 ലെസൺ കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6ാം ക്ലാസ്സിലെ ബയോളജിയിലേക്ക് കടക്കാം കേട്ടോ. നമുക്കപ്പോ സോഷ്യൽ സയൻസ് ഒപ്പം വരുന്നുണ്ട്. സോഷ്യൽ സയൻസും ബയോളജിയാണ് ഇപ്പൊ ഒപ്പം വരുന്നത്. കാരണം ബയോളജിയിൽ 10 മാർക്ക് കിട്ടും. അതേപോലെ സോഷ്യൽ സയൻസ് എടുത്തു വന്നു കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിന്നും ഇന്ത്യൻ ഹിസ്റ്ററിന്നും എക്കണോമിക്സിന്നും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആയിട്ട് 40 മാർക്ക് ഉണ്ടാവും. അപ്പൊ 50 മാർക്ക് എവിടെ കിടക്കുന്നുണ്ട്? SCRT തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് 5ാം ക്ലാസ് മുതൽ സോഷ്യൽ സയൻസ് 5ാം ക്ലാസ് മുതൽ ബയോളജി എടുത്തു വരുന്നുണ്ട്. 10ാം ക്ലാസ് മുതൽ സോഷ്യൽ സയൻസും എടുത്തു വരുന്നുണ്ട് കേട്ടോ. 10ാം ക്ലാസ്സിൽ നിന്ന് 9, 8, 7 അങ്ങനെ വരും. ഇവിടുന്ന് 5, 6, 7 കൊണ്ട് ബയോളജി പോകും കേട്ടോ. ഓക്കെ. അതേപോലെ ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യനും വരുന്നുണ്ട് കേട്ടോ. LGS നിലവാരം, അതായത് പ്രിലിംസ് നിലവാരത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും മുന്നിലെത്തും. അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും പൂർണ്ണമായ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ എനർജിയും ക്ലാസ്സിന്റെ തുടർച്ചയെന്നോണം നല്ല രീതിയിൽ പോകാൻ നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് വരും. ഹൈപ്പൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.